ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇൻട്രാഡേ കറക്റ്റായിട്ടുള്ള ചെയ്യാം എന്നുള്ള കാര്യമാണ്. അതിൻ്റെ ഇൻട്രാഡേയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. 1,00,000 ക്യാപിറ്റൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1% മാത്രം ഒരു ദിവസം നിങ്ങൾ ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുക. അതായത് 1,00,000 ഉള്ള ഒരാളുടെ 1,000 റുപ്പീസാണ് 1% എന്ന് പറയുന്നത്. അതുമാത്രം ഒരു ദിവസം ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. എല്ലാ ബ്രോക്കർമാരും 5x ലിവറേജ് വരെ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യാനായിട്ട് തരുന്നുണ്ട്. ഇതിപ്പോൾ SBIയുടെ ചാർട്ടാണ്. ഇവിടെ നമുക്ക് ഒരു ട്രേഡ് എടുത്താൽ എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നത് പിവറ്റ് ലൈനാണ്. ഇതിൻ്റെ മുകളിലോട്ട് പോകും എന്നൊരു കണക്കുകൂട്ടലിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഫസ്റ്റ് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് മുകളിലാണ്. സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് ആ ചുവപ്പ് ക്യാൻഡിലിൻ്റെ താഴത്തായിട്ടാണ്. ഇവിടെ പ്രൈസ് റേഞ്ച് എന്ന് നമുക്കൊരു ടൂളുണ്ട്. ഇതിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാറ്റ്ഫോമിലുമുണ്ട്, ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിലും കിട്ടും. അവിടുന്ന് നേരെ താഴത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രൈസ് താഴെ വരെ ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഏകദേശം ₹1.55 താഴെ വരെയുള്ള പ്രൈസ് റേഞ്ച്. സൈഡിലത്തെ വിൻഡോയിൽ പ്രൈസ് റേഞ്ചിൻ്റെ നേരെയുള്ള സ്റ്റാറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മോണിറ്ററിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ നമുക്ക് ഈ ഒരു ടൂൾ അവൈലബിൾ ആണ്. എല്ലാ ടൂളും അങ്ങനെ തന്നെ ആ സ്റ്റാർ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു മോണിറ്ററിൽ തന്നെ പെട്ടെന്ന് തന്നെ എടുത്തും. ഇനി അവിടുന്ന് മുകളിലോട്ട് വലിക്കുമ്പോൾ നമുക്ക് എത്ര ടാർഗറ്റ് വരെ നമുക്ക് കിട്ടാം എന്നുള്ള രീതിയിൽ നമുക്കും കണക്ക് കൂട്ടാൻ പറ്റും. ഇനി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഈ ഒരു ടൂളിൽ നിന്നും തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഈ 1000 രൂപയെ നമ്മൾ 1.55 റുപ്പീസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 645 എണ്ണം മാത്രം നമ്മൾ ബൈ ചെയ്യാവുള്ളൂ. ഇതിനായിട്ട് നമ്മുടെ ക്വാണ്ടിറ്റിയിൽ അവിടെ 645 എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും 64,990 രൂപ മാത്രം മതി നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ ക്യാപിറ്റൽ അവിടെ സേഫായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് നഷ്ടം വരുവാണെങ്കിൽ 1000 രൂപ മാത്രമേ നഷ്ടം വരികയുള്ളൂ. ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് വരാൻ പറ്റുന്ന ലോസിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു. അതായത് 1000 രൂപയാണ് ഒരു ദിവസം നമുക്ക് ലോസ് കിട്ടാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി പ്രോഫിറ്റ് എത്രമാത്രം, എവിടം വരെ നമുക്ക് എന്തുമാത്രം കിട്ടണം എന്നും കൂടെ നമുക്ക് നോക്കണം. അതായത് ഇപ്പോൾ നമുക്ക് 1000 രൂപ പോകുമ്പോൾ 1:2 റിസ്ക് റിവാർഡെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് 1000 രൂപ പോകുമ്പോൾ നമുക്ക് 2000 രൂപയെങ്കിലും ഒരു ദിവസം കിട്ടണം എന്ന രീതി മാത്രം ചിന്തിക്കുക. അപ്പം ശ്രമിക്കേണ്ടത് എപ്പോഴും ഒരു ഇരട്ടി 1:2 റിസ്ക് റിവാർഡെങ്കിലും നമ്മൾ ഇൻട്രാഡേയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദീർഘകാലത്തേക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ആകത്തില്ല. ഒരിക്കലും നമുക്കിപ്പം അടുപ്പിച്ച് 3 ദിവസം ലോസ് കിട്ടിയാലും പിന്നെയുള്ള 2 ദിവസം നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ആ ആഴ്ചയെ നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലായിരിക്കും. 1000 രൂപ വെച്ച് 3 ദിവസം നമുക്ക് പോകുന്നത് 3000 രൂപ പോകും. അപ്പം 2 ദിവസം പ്രോഫിറ്റ് നമ്മൾ ഇരട്ടി വെച്ച് എടുക്കുവാണെങ്കിൽ 1:2 പ്രോഫിറ്റ് എടുത്താലുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു ദിവസം 2000 രൂപയായിരിക്കും. അതായത് 2 ദിവസം കിട്ടുമ്പോൾ നമുക്ക് 4000 രൂപ. ഓൾമോസ്റ്റ് അപ്പോൾ 3 ദിവസം ലോസ് വന്നത് 3000 രൂപയും നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഏകദേശം 4000 രൂപയായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രയോജനം. 1:2 എന്ന റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് തുടക്കക്കാരാണെങ്കിൽ 1:2 തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പതുക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇതിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ആയി വരുന്ന സമയത്ത് നമ്മൾ ഇച്ചിരിയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് 1:3 മാറുക. പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമ്മൾ എവിടം വരെ നോക്കണം എന്നുള്ളതാണ്. അതായത് 1.55 ഇപ്പം നമുക്ക് ലോസ് വരുന്നത്. അപ്പം ഏകദേശം നമ്മളൊരു 3 രൂപ അല്ലെങ്കിൽ 4 രൂപ പ്രോഫിറ്റ് കിട്ടുന്നവരെങ്കിലും നമ്മൾ ഇവിടം വരെയെങ്കിലും ടാർഗറ്റിനായിട്ട് വയ്ക്കേണ്ടതാണ്. ഇനി ഇച്ചിരി പ്രോഫിറ്റ് ആകുന്ന സമയത്ത് തന്നെ ഇറങ്ങി പോകാൻ നിൽക്കരുത്. ഈ ഒരു 4 രൂപ അല്ലെ 5 രൂപ കിട്ടിക്കഴിഞ്ഞ് മാത്രം ട്രേഡിൽ നിന്നും എക്സിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാത്രം എക്സിറ്റ് ആകുക, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടിയിട്ട് മാത്രം എക്സിറ്റ് ആകുക.
ഇതിനെയാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. പുതിയതായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.